ദൈവം ഇല്ല എന്ന് പറഞ്ഞ് വിവരമുള്ളവനാണെന്ന് ധരിപ്പിച്ചു നടക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിലും ഉണ്ട്. അത്തരം ആളുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇപ്പോൾ പുതിയ വാദമായി അവർ വന്നിരിക്കുന്നത് നേച്ചർ ഉള്ളതാണ്, പ്രകൃതി ഉള്ളതാണ്, അതുകൊണ്ട് അതിനെ ഉണ്ടാക്കേണ്ടതില്ല. ദൈവം ഉള്ളതാണ്, അതുകൊണ്ട് ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദൈവവും നേച്ചറും ഒരുപോലെയാണ് എന്നുള്ളതാണ് അവരുടെ വാദം. നേച്ചർ ഉള്ളതാണ്, അതിനെ ഉണ്ടാക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ദൈവത്തിനെ പോലെ തന്നെയാണ് പ്രകൃതിയും എന്നാണ് ആ ഒരു പോയിന്റിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിക്കാനുള്ള 1-2 ചോദ്യങ്ങളുണ്ട്. പ്രകൃതിയെ കാണാൻ പറ്റുന്നുണ്ടോ? പ്രകൃതിയെ തൊടാൻ പറ്റുന്നുണ്ടോ? പ്രകൃതി എപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ കാലങ്ങൾ, ഓരോ അവസ്ഥകൾ, അതൊക്കെ പഠിക്കാനും അറിയാനുമൊക്കെ പറ്റുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട്, തൊടാൻ പറ്റുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഉണ്ടാകലിനൊരു തുടക്കവുമുണ്ട്, അതിന് അവസാനവും ഉണ്ട് എന്നുള്ളത് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ദൈവവും കാണാൻ പറ്റുന്നില്ല, തൊടാൻ പറ്റുന്നില്ല, ഉണ്ടാകലിന് തുടക്കം ഉണ്ടാവുകയില്ല, അവസാനവും ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റും, നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റും എങ്ങനെയാണ് ഒരുപോലെ ആവുക? ഉണ്ടാക്കിയത് ആര് എന്നുള്ള ചോദ്യം ഉണ്ട്. പ്രകൃതിയെ ഉണ്ടാക്കിയത് ആര്? ദൈവമാണ് പ്രകൃതിയെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത്. അതേപോലെ തിരിച്ച് ദൈവത്തെ ഉണ്ടാക്കിയത് പ്രകൃതിയാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം പ്രകൃതിയാണ് ദൈവത്തെ ഉണ്ടാക്കിയത് എന്നുള്ളതിൽ തെളിവില്ല. ഇപ്പോൾ ഒരു രൂപം ഉണ്ടാക്കിയാൽ ആ രൂപം ഉണ്ടാക്കിയത് ഇന്നേ മനുഷ്യനാണ്, അതുകൊണ്ട് ആ മനുഷ്യൻ ഈ രൂപം ഉണ്ടാക്കി എന്നുള്ളതിന് തെളിവുണ്ട്. ഇത് രൂപമില്ലാത്ത, കാണാൻ കഴിയാത്ത, തൊടാൻ പറ്റാത്ത, ഉണ്ടാകലിന് തുടക്കവും ഒരു അവസാനവും ഇല്ലാത്ത ഒരു വൺനെസ് കൺസെപ്റ്റ് എന്ന ദൈവം, പ്രകൃതി നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ നിന്ന് കാര്യം മനസ്സിലാകും. ബുദ്ധിയില്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവരുടെ ലോകത്ത് അവർ ബുദ്ധിജീവികളാണ്. അവർക്ക് നിരീശ്വരവാദികൾ എന്ന് ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കുക മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. അതേ സ്ഥാനത്ത് അതിനുള്ള തെളിവുകൾ അവർക്ക് ഒന്നുപോലും സ്വന്തമായിട്ട് കയ്യിലില്ല. കാരണം ഈ സൂര്യൻ ഉണ്ടായിട്ടുണ്ട്, ചന്ദ്രൻ ഉണ്ടായിട്ടുണ്ട്, ഭൂമി ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടാക്കാതെ സൂര്യനെയോ ഭൂമിയെയോ ചന്ദ്രനെയോ തനിയെ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ നമ്മൾക്ക് ആർക്കും പറ്റില്ല. ഒരു തനിയെ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മൊബൈൽ ഫോണോ ടെക്നോളജിയോ തനിയെ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവായ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് കാരണത്താലാണ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആ ശക്തിയെ ഉണ്ടാക്കിയതാര് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നിരീശ്വരവാദികൾക്ക് അറിയേണ്ടതും അറിയാത്തതും. ആ ഒരു കൺസെപ്റ്റിനെ, ആ ഒരു ദൈവത്തിനെ, ദൈവം തന്നെ നിർവചിച്ചിട്ടുള്ള ഒരാൾ ദൈവമാകണമെങ്കിൽ
ചില ക്വാളിറ്റികൾ അയാൾക്കുണ്ടായിരിക്കണം. ഉണ്ടാകലിന് തുടക്കം ഇല്ല, ഇതിന് ഒരു അവസാനവും ഇല്ല. അതുകൊണ്ടാണ് ആ ഒരു കൺസെപ്റ്റിനെ ദൈവം എന്ന് പറയുന്നത്. രണ്ടാമത്തതായിട്ട് ജന്മം നൽകിയിട്ടുമില്ല, ജനിച്ചിട്ടുമില്ല. അടുത്തതായി പറയുന്നത് ഒരാളെയും ആശ്രയിക്കുന്നില്ല, എല്ലാവരും ആ ഒരു ദൈവത്തെ ആശ്രയിക്കുന്നു. ഈ 3 ക്വാളിറ്റി ഒരാളിൽ ഉണ്ടായാൽ ആ ആളെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കാൻ പറ്റുക. ഇന്ന് ആരെങ്കിലും ഒരു രൂപം ഉണ്ടാക്കി അതിൽ കുരിശിൽ തറച്ചോ അല്ലാതെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിംബങ്ങൾ ഉണ്ടാക്കി അല്ലാതെയോ ഇത് ദൈവത്തിൻ്റെ രൂപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പോസിബിൾ ടു അക്സെപ്റ്റ്. കാരണം ദൈവത്തിന് ഒരു പ്രത്യേക രൂപം ഇല്ല. കാരണം ഒരാൾ ദൈവത്തിനെ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ആരെങ്കിലും ഒരാൾ ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിലാണ് ദൈവം എന്ന് പറയാൻ പറ്റും. യേശു ക്രിസ്തു പോലും ഞാൻ ദൈവമാണ് എന്നല്ല പറഞ്ഞത്, എൻ്റെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ്. എനിക്ക് പറയാനുള്ളത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ, ഫാദർ എന്ന കൺസെപ്റ്റ്. ഇന്ന് പള്ളിയിലുള്ള അച്ഛന്മാരൊക്കെ കല്യാണം കഴിക്കാതെ, സ്ത്രീകൾ ചിലർ കല്യാണം കഴിക്കാതെ സിസ്റ്ററായിട്ടൊക്കെ, അതൊന്നും യേശു ക്രിസ്തു പഠിപ്പിച്ചതാണെന്ന് പറയാൻ പറ്റില്ല. കുരിശ് യേശു ക്രിസ്തു സ്വന്തം ചുമന്ന് നടന്നിട്ട് ഇതിൽ വിശ്വസിക്കൂ, ഇത് നമ്മുടെ അടയാളമാണ്, ഇതിൽ നിങ്ങളെല്ലാവരും ഈ രൂപം ഉണ്ടാക്കിയിട്ട് ആ കൺസെപ്റ്റിലേക്ക് പ്രാർത്ഥിക്കുമെന്നൊന്നും യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഉള്ള കാലത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ലോകം സൃഷ്ടിച്ച സൃഷ്ടാവായിട്ടുള്ള ഏകദൈവത്തെ നിങ്ങൾ വിശ്വസിക്കൂ, എന്നിലൂടെ, ഞാൻ പറയുന്നത് കേൾക്കുന്നതിലൂടെ, ഞാൻ പറയുന്ന സത്യവാക്കുകൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് നിങ്ങൾ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ ആളെ ദൈവമാക്കി മാറ്റി കുരിശിൽ തറച്ചതിന് ശേഷം ആ കുരിശും ഏറ്റെടുത്ത് ഇത് എംബ്ലമാണെന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ യേശു ക്രിസ്തു ഈ എംബ്ലം കൊണ്ട് നടക്കാനൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പറയാനുള്ളത് എല്ലാവരുടെയും ദൈവം ഒന്നാണ്. ആ ഒരു ദൈവത്തെ ഏതെങ്കിലും പേര് കൂട്ടി വിളിച്ച് ഏതെങ്കിലും രൂപത്തിലാക്കിയിട്ട് നമ്മളിതിലൂടെ സങ്കല്പിക്കുന്നു ദൈവത്തെ. സങ്കല്പിക്കേണ്ട ആവശ്യമില്ല, ആ രൂപത്തിലാണ് എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഇന്ന രൂപമുണ്ടാക്കിയിട്ട് എന്നെ ആരാധിക്കൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക, പറഞ്ഞിട്ടില്ലെങ്കിൽ അതുപോലെ ചെയ്യാതിരിക്കുക. ദൈവം തീരെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ അച്ഛൻ ഇല്ല, അച്ഛനെപ്പോലും വിശ്വാസമില്ലാത്തവരാണ്, ഒന്നിലും വിശ്വാസമില്ല. അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് ദൈവം ഇല്ല, അച്ഛൻ ഇല്ല, അമ്മ ഇല്ല, ആരും ഇല്ല, ഒന്നും ഇല്ല. അങ്ങനെയുള്ള ഒരാളോട് ആർക്കും എന്താ പറയാനുണ്ടോ? അവർ ഇസ്ലാം എന്ന മതത്തിൻ്റെ മേലെ കുതിര കയറുന്നത് മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ RSS, BJP ഇവർ പലതരത്തിൽ മുസ്ലിം പള്ളികൾ പിടിച്ചെടുക്കാനും അവിടെ കുഴിച്ചു നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി അത് അമ്പലമായിരുന്നു എന്നൊക്കെ പറയാനും ഒക്കെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് ഹിന്ദു എന്ന് കൂട്ടുപിടിക്കുന്ന ഒരു വാദത്തിലേക്ക്, അവർ ഹിന്ദുക്കളൊന്നുമല്ല, ഈ RSS BJP ആളുകൾ ഹിന്ദുക്കളൊന്നുമല്ല. ഹിന്ദുക്കളുടെ ഐഡൻറ്റിറ്റി എന്തൊക്കെയാണെന്ന് എല്ലാ ആളുകൾക്കും, ഇന്ത്യയിലുള്ള ആളുകൾക്ക് അറിയാം. പക്ഷേ അത് മുന്നിൽ നിർത്തിക്കൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാനാണ് ശ്രമിക്കുന്നത്, വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹിന്ദുക്കളെ വിശ്വാസത്തിൽ വർഗീയത, ഹിന്ദുക്കൾ ഒരിക്കലും മറ്റു ഒരു മനുഷ്യനെ വേദനിപ്പിക്കാനോ മറ്റൊരാളുടെ ആരാധനാലയം പിടിച്ചെടുത്ത് സ്വന്തം ആരാധനാലയം ആക്കിക്കളയാനുള്ള അത്രയും കഴിവില്ലാത്തവരൊന്നല്ല ഹിന്ദുക്കൾ. വേറൊരു മതസ്ഥരുടെ ആരാധനാലയം പിടിച്ചെടുക്കേണ്ട ദാരിദ്ര്യമൊന്നും ഹിന്ദുക്കൾക്ക് വന്നിട്ടില്ല.
വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് RSS BJP അവർക്ക് വേറെ പണിയൊന്നുമില്ല. അത്തരം ആളുകളെ മനസ്സിലാക്കി ഒറ്റപ്പെടുത്തുക. അതേപോലെ ക്രിസ്ത്യാനികളിലായാലും മുസ്ലിംകളിലായാലും അല്ലെങ്കിൽ മറ്റു നിരീശ്വരവാദികളിലായാലുമൊക്കെ ഇസ്ലാം എന്ന മതത്തിനെ ഏതൊക്കെ രീതിയിൽ തുരക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ആളുകളുണ്ട്. ഇതുവരെ കാലം ഒരുപാട് വലിയ കോടാനുകോടി ആസ്തിയുള്ള ആളുകൾ പണം ചെലവഴിച്ചിട്ടും പവർ ചെലവഴിച്ചിട്ടൊക്കെ ശ്രമിച്ചിട്ട് അവർ പോലും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ആ മതത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ വളരെ ശക്തനായ ഒരു പ്രവർത്തകനായി മാറിയ ചരിത്രമല്ലാതെ നേരെ തിരിച്ചിട്ട് വളരെ കുറഞ്ഞ കഥകളാണ് ചരിത്രത്തിൽ വായിക്കാൻ പറ്റിയത്. അതുകൊണ്ട് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ പറയും. അത് പറയുന്നതിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും ഈ ലോകം നിർമ്മിച്ച നിർമ്മാതാവിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് രൂപം ഇല്ല. ആ രൂപം ആ നിർമ്മാതാവിൻ്റെതല്ല എന്നറിയുന്നതോടുകൂടിയുള്ള തിരിച്ചറിവോടുകൂടി ആ നിർമ്മാതാവിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഒരു വ്യത്യസ്തതയും ഇല്ലാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.